അസീസിയിൽ റോളർ ഹോക്കിയുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ്റെ മാച്ച് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്ന് നേരെ അസീസിയിലേക്ക് വന്നതാണ് ഞാൻ. ഒരു 2-3 മാസം മുന്നേ ഇതൊരു ബാസ്കറ്റ്ബോൾ കോർട്ടായിരുന്നു. ഈ നിൽക്കുന്നതാണ് നിഹാൽ. ഇവൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന് സ്കൂളിൽ ഹോക്കി കോമ്പറ്റീഷൻ നടക്കണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ ക്ലാസ് ടൈമിലൊക്കെ വന്ന് നോക്കുമ്പോഴത്തേക്കും പണി നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് റിനോവേറ്റ് ചെയ്യുകയാണെന്നാണ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകൾ മാറ്റി അതൊരു റോളർ ഹോക്കി കോർട്ടാക്കി ഞങ്ങളുടെ സ്കൂൾ മാറ്റി. കയറി ചെന്നപ്പോഴത്തേക്കും തൃശ്ശൂർ വേഴ്സസ് ട്രിവാൻഡ്രം മാച്ചായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇടുക്കി വേഴ്സസ് ട്രിവാൻഡ്രമായി. പിന്നീട് നൈറ്റ് ആയപ്പോഴത്തേക്കും ഇപ്പോൾ കാണുന്ന മാച്ച് എറണാകുളം വേഴ്സസ് പാലക്കാടാണ്. എൻ്റെ ഒപ്പം പഠിക്കുന്ന മഹിത്തൊക്കെ ജൂനിയേഴ്സ് ടീമിലുണ്ട്. എന്തൊക്കെയായാലും വിജയിക്കുന്ന ആൾക്കാരെ കാത്തിരിക്കുന്നത് ഇത്രയധികം ട്രോഫീസാണ്. സ്കൂളിലേക്ക് പുതിയൊരു ബിൽഡിംഗ് കൂടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഇന്ന് അത് പ്ലെയേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റിംഗ് റൂം ആയിരുന്നെന്ന് മനസ്സിലായി. പിന്നീട് പാലക്കാട് വേഴ്സസ് എറണാകുളത്തിന്റെ ഒരു അടിപൊളി കോമ്പറ്റേറ്റിംഗ് മാച്ച് കണ്ട് എല്ലാവരും അമ്പരന്നിരിക്കുകയായിരുന്നു. എറണാകുളം ഡിസ്ട്രിക്റ്റ് ജയിക്കും എന്നുള്ള എല്ലാവരുടെയും പ്രതീക്ഷ മാറ്റിക്കൊണ്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റ് കപ്പും കൊണ്ടുപോയി. ലാസ്റ്റ് മൊമെന്റ് വരെ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റ് ജയിക്കുമെന്ന്. പക്ഷെ എന്ത് ചെയ്യാൻ, പാലക്കാട് ജയിച്ചു. പിന്നീട് വിഷമം സഹിക്കാൻ പറ്റാതെ ഞാൻ നേരെ വീട്ടിലേക്കും പോയി. അപ്പോൾ എന്നെ ഫോളോ ചെയ്താൽ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം.